നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ആരെത്തും? വലിയൊരു വിജയം നേടി മണിക്കൂറുകൾ പിന്നിട്ടില്ല. അതിനിടയിൽ തമ്മിലടി തുടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയാണ് കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി. ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനം നിഷേധിച്ചു. ഈ ഒരു നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുകയാണ്. കടുത്ത പ്രതിഷേധത്തിലാണ് എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. KPCC മാനദണ്ഡങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്നതടക്കമുള്ള ഗുരുതര വിമർശനം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. KPCC മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ നടത്തിയ പ്രഖ്യാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദീപ്തി മേരി വർഗീസ് KPCC പ്രസിഡന്റിന് പരാതി നൽകി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ KPCC വിഷയത്തിൽ ഇടപെടില്ല എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ദീപ്തിയെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കാമെന്നാണ് നേതൃത്വത്തിന്റെ നിലവിലെ കണക്കുകൂട്ടൽ. അതേസമയം ജില്ലാ പഞ്ചായത്ത് സ്ഥാനങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള എറണാകുളത്തെ കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗവും ഇന്ന് ചേരും. കൊച്ചി മേയറെ തിരഞ്ഞെടുക്കുന്നതിൽ KPCC നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ദീപ്തി മേരി വർഗീസ് തന്നെ തുറന്നടിച്ചതും ഏറ്റവും നിർണായകമായി മാറിയിരുന്നു. തർക്കമുണ്ടെങ്കിൽ KPCC നിരീക്ഷകനെത്തി പ്രശ്നം പരിഹരിക്കണമെന്നതാണ് മാനദണ്ഡം. പക്ഷേ കോർ കമ്മിറ്റി വിളിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അത് വിളിച്ചതുമില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കാര്യം KPCC പ്രസിഡന്റിനോട് അറിയിച്ചിരുന്നു. എന്നാലും രഹസ്യ ബാലറ്റിലൂടെ കൗൺസിലർമാരുടെ അഭിപ്രായം തേടണമായിരുന്നു. അവസാന നിമിഷം രഹസ്യ ബാലറ്റ് ഒഴിവാക്കിയത് എന്തിനാണ് എന്ന ചോദ്യമാണ് നിലവിൽ ഉയർത്തുന്നത്. കൗൺസിലർമാരുടെ പിന്തുണയിൽ നിലവിൽ പുറത്തുവന്ന കണക്ക് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പക്ഷേ പ്രഖ്യാപനത്തിന് മുൻപ് ആശയവിനിമയം നടത്തിയില്ല എന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. കൂടുതൽ കൂടിയാലോചനകൾ ഉണ്ടാകണമായിരുന്നുവെന്നും ദീപ്തി പറഞ്ഞു. മേയർ പദവി കണ്ടിട്ടല്ല മത്സരത്തിന് ഇറങ്ങിയത്. ആർക്കെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ എന്നും ദീപ്തി വ്യക്തമാക്കി. അതേസമയം കൊച്ചി മേയർ സ്ഥാനത്തേക്ക് VK മിനിമോളെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ മേയർ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്ന പേരുകളാണ് അവസാന നിമിഷവും പരിഗണിക്കപ്പെട്ടത്. പരിഗണിക്കപ്പെട്ട 3 പേരിൽ 2 പേർക്ക് മേയർ സ്ഥാനം വീതം വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ മുൻഗണനാ ലിസ്റ്റിൽ ആദ്യമുണ്ടായിരുന്ന ദീപ്തി മേരി വർഗീസ് പുറത്തായി. മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിൽ KPCC മാനദണ്ഡം പാലിച്ചില്ലെന്നായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ ആരോപണം. എന്തായാലും വലിയൊരു രാഷ്ട്രീയ വിവാദത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ 2 തട്ടിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന രീതിയിൽ ഈ ഒരു വിഷയം മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക എന്നതും ഒരു ചോദ്യമായി ഉയരുകയാണ്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിനെ പരിഗണിക്കാത്തതിൽ ജില്ലാ നേതൃത്വത്തിനും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ദീപ്തിക്ക് മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി അധ്യക്ഷ പദവി നൽകിയേക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. 3 മേയർ സ്ഥാനാർത്ഥികളുടെയും പിന്നിൽ പാർട്ടിയിലെ ഓരോ വിഭാഗവും നേതാക്കളും അണിനിരന്നതോടെ തീരുമാനമെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടായി മാറുകയായിരുന്നു. സാമുദായിക പരിഗണനകളും സമ്മർദ്ദങ്ങളും തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉണ്ടായി. പക്ഷേ ഏറെ നിർണായകമായത് പാർട്ടി കൗൺസിലർമാരുടെ തീരുമാനമാണ്. കോൺഗ്രസ് സീനിയർ നേതാവ് N വേണുഗോപാൽ, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ കോൺഗ്രസ് കൗൺസിലർമാർ ഓരോരുത്തരുമായി വിളിച്ച് അഭിപ്രായം തേടിയിട്ടുണ്ട്. ഷൈനി മാത്യുവിനെ 21 പേരും മിനിമോളെ 17 പേരും പിന്തുണച്ചുവെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അവസാന ടൈമിൽ ദീപ്തിക്കും ഷൈനിക്കും മേയർ സ്ഥാനം നൽകണമെന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ടായി. പിന്നീട് പാർട്ടി കോർ കമ്മിറ്റിയിലാണ് മിനിമോളെ മേയറാക്കുക എന്ന തീരുമാനമുണ്ടായത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും DCC പ്രസിഡന്റിന്റെയും അംഗീകാരവും ഇതിനുണ്ടായി. എന്നാൽ കൂടുതൽ കൗൺസിലർമാരുടെ പിന്തുണയുള്ള തന്നെ 2ാം ടൈമിലേക്ക് പരിഗണിക്കുന്നതിലെ പ്രതിഷേധം ഷൈനി മാത്യു ഏതാനും നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. മേയർ സ്ഥാനം താല്പര്യമില്ലെന്ന് കൗൺസിലറായി തുടരാമെന്നും അവർ പറഞ്ഞതാണ്. പക്ഷേ ടൈം വ്യവസ്ഥ രേഖാമൂലം പ്രഖ്യാപിക്കാമെന്ന് അറിയിച്ചതോടെ വഴങ്ങുകയായിരുന്നു. നേതാക്കൾ എടുത്ത തീരുമാനം അംഗീകരിക്കുന്നുവെന്നായിരുന്നു ഷൈനിയുടെ പ്രതികരണം. 2015 UDF അധികാരത്തിൽ വന്നപ്പോൾ അവസാന 2.5 വർഷം ഷൈനിയെ മേയറാക്കാമെന്ന് ധാരണയുണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പായില്ല. രേഖാമൂലം തീരുമാനമില്ലാത്തതായിരുന്നു അതിന് കാരണം. കോർപ്പറേഷനിൽ പാലാരിവട്ടം ഡിവിഷന്റെ പ്രതിനിധിയാണ് മിനിമോൾ. കൗൺസിലിൽ ഇത് 4ാമത്തെ ടൈമാണ്. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ഫോർട്ട് കൊച്ചി കൗൺസിലറായ ഷൈനി മാത്യു കൗൺസിലിൽ 2ാം ടൈമാണ്. നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ഡെപ്യൂട്ടി മേയറായി ആദ്യ 2.5 വർഷം സ്ഥാനം കിട്ടുന്ന ദീപക് ജോയ് അയ്യപ്പൻകാവ് ഡിവിഷൻ കൗൺസിലറാണ്. എന്തായാലും മേയർ സ്ഥാനത്ത് നിന്ന് ദീപ്തി മേരി വർഗീസിനെ AI ഗ്രൂപ്പുകൾ ചേർന്നാണ് വെട്ടിയതെന്ന ആരോപണം ഉയരുന്നുണ്ട്. I ഗ്രൂപ്പിലെ മിനിമോളും A ഗ്രൂപ്പിലെ ഷൈനി മാത്യുവും 2.5 വർഷം വീതം മേയർ സ്ഥാനം പങ്കിടാനാണ് തീരുമാനം. ഇനി എന്താണ് ദീപ്തിയുടെ ഒരു തീരുമാനം, ദീപ്തിയുടെ നീക്കം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളും ഏറെ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.